ആരാണ് നീ? ഞാൻ പഞ്ചമി. പച്ചമീനോ? പഞ്ചമി കാട്ടുമൂപ്പന്റെ മകളാ. എന്ത്? കാട്ടുമാക്കാന്റെ മകളോ? കാട്ടുമൂപ്പൻ ഈ കാട് ഭരിക്കുന്നതേ എന്റെ അപ്പനാ. ആട്ടെ ആട്ടയല്ല, റവ. അങ്ങാരാണ്? അങ്ങാരാണെന്നറിയില്ല. ഇവിടെ ഞാനാ. അവിടത്തോട്? അവിടെ തോടില്ല, ഏതെങ്കിലും പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകുന്നതായിരിക്കും. നീ ഏതാടാ മരപ്പട്ടി? അങ്ങനെ മര്യാദക്ക് ചോദിക്ക്. ഞാൻ ഉഗ്രൻ. താൻ മാത്രം ഉഗ്രൻ, ബാക്കിയുള്ളവരെന്താടാ മോശക്കാരാണോടാ? യുവതികളുടെ ആമാശയം എനിക്ക് മനസ്സിലായി. അല്ല, ആശയം എനിക്ക് മനസ്സിലായി. ഞാൻ ഉഗ്രസേന മഹാരാജാവ്. പശു ബഹളി പിടിച്ച്. എന്ത്? പശുവിനെ കിളി പിടിക്കുന്നു? പശു ബഹളി പിടിച്ചോടി അതിനെ പിടിക്കാൻ വന്നതാണ്. അല്ല, അതാരാണ്? അതെന്റെ തോഴി പ്രിയംവദയാണ്. തോഴിയോ? എങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ വിളിക്കും. തനിക്കെത്താ വിളിച്ചാ? തന്റെ വായി കുരുവാണ്. ഞാൻ മിണ്ടും. രാജകൽപ്പനയാണ്, മിണ്ടരുതെന്നാ പറഞ്ഞത്. മിണ്ടിയാൽ ആദ്യം മിണ്ടുന്നയാൾ ഡോങ്കി. വല്ലാത്ത ദാഹം. കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. MSPയും BCയും ഉണ്ട്, എടുക്കട്ടെ? എന്തോ MSPയും BCയുമോ? എന്താണത്? അയ്യോ, അറിയില്ലേ? മോർച്ചറിയിലെ സ്പിരിറ്റും ബാക്കി കാരായോ. എനിക്ക് തന്നെ ഇഷ്ടമായി. നിന്നെ നാം എന്ത് വിളിക്കണം? എന്നെ മാഡമെന്ന് വിളിച്ചാ മതി. ഓഹോ, അപ്പോൾ ഇടവും കർക്കിടവും ഒക്കെ നിന്റെ അനുജത്തിമാരായിരിക്കുമല്ലേ? ആട്ടെ, ഈ കുമാരൻ ഡ്രം അടിക്കുമോ? പിന്നെ ഓണത്തിന് കൊട്ടാരത്തിന് കരോളം ഇറങ്ങുമ്പോൾ ഞാനല്ലേ സൈഡ് ഡ്രം അടിക്കുന്നത്. അയ്യോ, നല്ല മൂത്രമുണ്ട്, എടുക്കട്ടെ? മൂത്രമോ? മൂത്ര റമ്മുണ്ട്, എടുക്കട്ടെ എന്ന്. ആട്ടെ, ഏതാണ് അങ്ങയുടെ ബ്രാൻഡ്? ഓ, അങ്ങനെ പ്രത്യേകിച്ച് പാൻറ്റൊന്നും ഇല്ല കുട്ടി. കിട്ടുന്ന പാൻറ് എടുത്തിടും. പാൻറ് അല്ല, ബ്രാൻഡ് ഏതാണെന്ന്. ഓ, ബ്രാഞ്ച് മൂവാറ്റുപുഴ, ഹെഡ് ഓഫീസ് കോതമംഗലം. ഏതായാലും വാറ്റ് ചാരായം തന്നാ മതി. ഹലോ, ഉഗ്രനല്ലേ? അതെ. റിലയൻസിന്റെ ബിൽ തുക 2000 രൂപ അടച്ചോ? ഇല്ല. എപ്പോ അടയ്ക്കാൻ പറ്റും? ഇപ്പം പറ്റത്തില്ല. 1000? ഇല്ല. 500? ഇല്ല. 100? ഇല്ല. ഒരു 10 രൂപയെങ്കിലും അടയ്ക്കടാ, വൃത്തികെട്ടവന്. ഒരുത്തനും ബില്ല് അടയ്ക്കാത്ത കാരണം കുത്തുവാള എടുത്തിരിക്കുവാടാ. നിർത്തല്ലേ, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്തിനാ? വെറുതെ ബില്ല് കൂട്ടാൻ. അയ്യോ, വേണ്ട. ഇന്ന വേഗം കുടിച്ചു. ഓ, തൊണ്ടകത്ത് പോയി. തൊണ്ടോ? തൊണ്ടല്ല കുട്ടി, തൊണ്ട കത്തിപ്പോയെന്ന്. മൂപ്പനോ? എവിടെ? മൂപ്പനല്ല കുട്ടി, കഴിച്ച സാധനം മൂപ്പാണെന്ന്. ആട്ടെ, മൂപ്പൻ ഇവിടെ ഇല്ലേ? അച്ഛൻ സത്യമംഗലത്തിന് പോയിരിക്കുക, വരാൻ ഇരുട്ടിയേക്കും. ഓഹോ, എങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ അന്തി ഉറങ്ങാം. അനാവശ്യം പറയരുത്. ഇവിടെ കിടന്നാ മഞ്ഞ് കൊള്ളില്ലേ? വാ, നമുക്ക് അകത്ത് പോയി കിടക്കാം. പഞ്ചമി, എന്താണ് നിന്റെ വസ്ത്രങ്ങളൊക്കെ കീറിയിരിക്കുന്നത്? ഓ, അത് എലി കരണ്ടിയതാ. റിയലി? അല്ല, തൊരപ്പനെലി. പഞ്ചമി, ഇത് കറുത്തവാണല്ലേ? അതെന്താ? നല്ല നിലാവ്, മനസ്സിന് വല്ലാത്ത വിരിമുറുക്കം. പഞ്ചമി, എനിക്കൊരു ഉമ്മ തരുമോ? നാണമില്ല. ആട്ടെ, ഉമ്മ തന്നാൽ പകരം എനിക്ക് എന്ത് തരും? ഉമ്മ തന്നാൽ പകരം നിനക്ക് ഞാനൊരു മാപ്പ തരും. ഭയങ്കര തമാശക്കാരനാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ദിവസം 6 എണ്ണം, അതിൽ കൂടുതൽ ഞാൻ പറയില്ല. ഉഗ്രേട്ട, ഞങ്ങളുടെ ആശ്രമം എന്ത് ഭംഗിയാണെന്നും. ആശ്രമത്തിന്റെ പുറകിൽ കൂടിയാണ് സിന്ധു, ഗംഗ, യമുന നദികൾ ഒഴുകുന്നത്. അത്രയല്ലേ ഉള്ളൂ. എന്റെ കൊട്ടാരത്തിന്റെ അകത്തുകൂടിയല്ലേ സിന്ധു, ഗംഗ, യമുന, സജിനി, രേഷ്മ, മറിയ ഇവരൊക്കെ കിടന്ന് ഒഴുകുന്നത്. ഉഗ്രേട്ട, ദേ അച്ഛൻ ഇന്നലെ എനിക്ക് 10 ആനയും 10 കുതിരയും വാങ്ങിത്തന്നു. ഓ, അതൊക്കെ നടക്കുമോ? നടക്കും, പക്ഷേ ഈ കൊടുക്കണം. ഓ, എന്തോ ഒരഴക്ക്. അല്ല, എന്തോ ഒരഴക്. പഞ്ചമി, ഞാൻ വിളിച്ചാൽ നീ കൊട്ടാരത്തിലേക്ക് വരുമോ? വന്നാൽ പാട്ടിനി കടന്ന് മരിക്കാം. അറിയാമോ, ഞാനിപ്പോൾ കടപ്പുറത്താ ജീവിക്കുന്നത്. കടപ്പുറത്തോ? അപ്പോൾ കടലിന്റെ ഭംഗി എപ്പോഴും ആസ്വദിക്കാം. സമയം പോയതറിഞ്ഞില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മറക്കുമോ? എന്റെ കൊക്കിന് ജീവനുള്ള കാലം വരെ നിന്നെ ഞാൻ മറക്കില്ല പഞ്ചമി. ആ കൊക്ക് ചത്തുപോയാലോ? അതിനെ ഞാൻ എടുത്ത് ചിക്കൻ ഫ്രൈ ആക്കും. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. അങ്ങനെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഞാൻ ജീപ്പിലിരിക്കില്ല. ജീപ്പിലിരിക്കില്ലെന്നോ? ജീവിച്ചിരിക്കില്ലെന്ന്. ഇതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഉഗ്രേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. ഓഹോ, എങ്കിലിതാ ഞാനും പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണത്? ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. പഞ്ചമി, ഞാൻ പോകുന്നു. ടാറ്റ. പഞ്ചമി, നിന്റെ പിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എങ്കിലും എന്റെ ഓർമ്മയ്ക്കായി നിനക്ക് ഞാനിതാ ഒരു സമ്മാനം തരുന്നു. എന്താണ് ഉഗ്രേട്ട? 10 മാസം കഴിയുമ്പോൾ നിനക്കൊരാൺകുഞ്ഞു ജനിക്കും. ആ കുട്ടിക്ക് എന്റെ ഓർമ്മയ്ക്കായി നീ ഉഗ്രപുത്രൻ എന്ന് പേരിടണം. ഞാൻ പോകുന്നു പഞ്ചമി. ടാറ്റ. അങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ
എനിക്കുണ്ടാകുന്ന കുഞ്ഞ് അച്ഛനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരും ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ടോ പേരിനെങ്കിലും എനിക്കൊരു ഭർത്താവിനെ തരൂ. ഗുഡ് ഐഡിയ. നാം സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് പേരിന് ഒരാളെ മാത്രമല്ല, നിനക്ക് 2 ഭർത്താക്കന്മാരെ ഞാൻ തരും. ആയിരിക്കുന്നവരെ നീ കണ്ടോ? ഗടി വേണ്ടേ? തൽക്കാലം നീ അവരെ ഭർത്താക്കന്മാരായി സ്വീകരിച്ചോളൂ. അവരെയോ? ഉള്ളത് കൊണ്ട് ഓണം പോലെ.